2025 പോലും മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് ടോപ്പ് കളക്ഷൻ വെറും 300 കോടിയാണ്. വെറും 300 കോടി എന്ന് പറയാൻ കാരണം ഏകദേശം 9 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹിന്ദി സിനിമയിൽ 2000 കോടി കളക്ഷൻ എന്ന റെക്കോർഡ് ഒരു സിനിമയിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. തെലുങ്കിൽ 500 കോടി ബാഹുബലിയിലൂടെ 2015 അവർക്ക് ലഭിച്ചു. 2018 തമിഴിലും 2.5 കോടി, 2022 കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലും 500 കോടി. അതിന്റെ ശേഷം മൂന്നാർ, ജവാന്, പത്താന്, കൽക്കി, എനിമൽ, ലിയോ, സലാർ, അങ്ങനെ കുറേ നല്ലത് മോശമായിട്ടുള്ള സിനിമകൾ 500ഉം 1000 കോടികളൊക്കെ കളക്ട് ചെയ്തു. ഇപ്പോൾ 1000 കോടി കളക്ഷൻ അടിച്ച പത്താനും നമ്മുടെ ലോഗയും ഒരുമിച്ച് വെച്ചാൽ സ്റ്റാൻഡേർഡും കണ്ടന്റും മേക്കിങ്ങും എല്ലാം കൊണ്ടും ലോഗോ വാസ് ബെറ്റർ അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് വി സ്റ്റിൽ കാണ്ട് അച്ചീവ് 500 കോടി? അതും മൗത്ത് പബ്ലിസിറ്റിയിൽ ലോക പാനിന്റെ റീച്ച് ഉണ്ടാക്കിയിട്ട് പോലും. മറ്റ് ഇൻഡസ്ട്രികളിലെ നടന്മാരും ഡയറക്ടേഴ്സും ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ സിനിമകളെയും ആർട്ടിസ്റ്റുകളെയും കുറിച്ച് പുകഴ്ത്തുന്നത് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. Mumbai or somewhere they're saying Malayalam films are very good. The Hindi mainstream does not engage me at all. Okay. So I prefer watching Malayalam and Tamil movies. So my friends want to watch more and more Malayalam films. Said that to me, one of the greatest storytelling parts of India, if I could say it like this, is the South Indian part. They have some outstanding storytelling. Malayalam cinema. Because I'm a great fan and I've trained in Malayalam cinema. Wonderful work is being done now. Malayalam cinema, I think, has the best writing today. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മലയാളം സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റുകളെല്ലാം ഒന്ന് നോക്കാം. 2009 മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ കേരള വർമ്മ പഴശ്ശിരാജ അന്ന് 30 കോടി കളക്ഷൻ എന്ന റെക്കോർഡ് സെറ്റ് ചെയ്തു. അന്നത്തെ ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിന്നീട് 2013 ലാലേട്ടന്റെ ദൃശ്യമാണ് ബ്രേക്ക് ചെയ്തത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ഇപ്പുറം അൽഫോൺസ് പുത്രന്റെ പ്രേമം 73 കോടി റെക്കോർഡ് എന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. തൊട്ടടുത്ത വർഷം ലാലേട്ടൻ തന്റെ സ്ഥാനം പിന്നെയും പിടിച്ചെടുത്തു. പുലിമുരുകൻ അങ്ങനെ മലയാള സിനിമയുടെ ആദ്യത്തെ 100 കോടി സിനിമയായി മാറി, അതും 2016. പിന്നീട് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ 7 വർഷങ്ങളെടുത്തു. കൃത്യമായി പറയുകയാണെങ്കിൽ 2023 ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന 2018 ആ സിനിമയാണ് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത്. ഏകദേശം 200 കോടി കളക്ഷൻ 2018 എന്ന സിനിമയ്ക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നെ മഞ്ഞുമൽ ബോയ്സ് 252 കോടി. പിന്നെ എഗെയിൻ 2025 ലാലേട്ടൻ, L2, എമ്പുരാൻ വെച്ച് 268 കോടി. ആൻഡ് ഇപ്പോ ഇൻഡസ്ട്രി ഹിറ്റായി ലോക ചാപ്റ്റർ 1 ചന്ദ്ര, അതും 303 കോടി രൂപ കളക്ഷൻ വെച്ച്. പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ബാക്കിയുള്ള പല ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ അവിടെ പല സിനിമകളും 1000 കോടി കളക്ഷൻ എന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടും നമുക്കിപ്പോഴും 500 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ പോലും ഒരു വലിയ ദൂരമുള്ള സ്വപ്നമാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇനി ശരിക്കും മലയാള സിനിമ പ്രേക്ഷകർ മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ? അതോ ഇനി മലയാള സിനിമകളുടെ ക്വാളിറ്റി ബാക്കിയുള്ള ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ അത്രയും താഴെയാണോ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന് പിന്നാലെയുള്ള എൻ്റെ ഒരു 1 വീക്ക് റിസർച്ചിലൂടെ ഞാൻ കണ്ടെത്തിയ 4 ഫാക്ടേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ദ സ്കെയിൽ ബാരിയർ, രണ്ടാമതായിട്ട് ദ പോപ്പുലേഷൻ ഫാക്ടർ, റിയലിസം ഓവർ സ്പെക്ടക്കിൾ, ആൻഡ് 4ാമതായിട്ട് ലിമിറ്റഡ് പാൻ ഇന്ത്യൻ അപ്പീൽ. സോ ആദ്യം തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മലയാള സിനിമ എന്തുകൊണ്ട് 500 കോടി നേടിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് കേരളത്തിലെ പോപ്പുലേഷൻ. സോ ആദ്യം നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. ബോളിവുഡ്, ടോളിവുഡ്, കോളിവുഡ്, സാൻഡൽവുഡ് ആൻഡ് മോളിവുഡ്. ഇനി ഈ ഇൻഡസ്ട്രികളുടെ ഒക്കെ ലൊക്കേഷൻ. സോ ബോളിവുഡിൻ്റെ അഥവാ മുംബൈ പോലുള്ള സ്ഥലങ്ങളുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ അത് 12.9 കോടിയാണ്. കന്നഡ ഫിലിം ഇൻഡസ്ട്രി അഥവാ കർണാടകയുടെ ടോട്ടൽ പോപ്പുലേഷൻ 7.2 കോടിയാണ്. ടോളിവുഡിൽ 9.8 കോടി പോപ്പുലേഷൻ, തമിഴിലാണെങ്കിൽ 7.7 കോടിയും. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ വെറും 3.6 കോടിയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ബോളിവുഡ് ഓഡിയൻസിന്റെ പകുതിയുടെ പകുതിയെ കേരളത്തിൽ അപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ മൂവീസ് കാണാനുള്ള ഓഡിയൻസ് മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. 3.6 കോടി പോപ്പുലേഷൻ വെച്ച് മോളിവുഡിന് 300 കോടി എന്ന റെക്കോർഡ് കളക്ഷൻ നേടാൻ കഴിഞ്ഞെങ്കിൽ പോപ്പുലേഷൻ ഓഡിയൻസ് റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് മീ ആസ്ക് ChatGPT. ഓക്കെ, 12.9 കോടി പോപ്പുലേഷൻ കേരളത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ബോളിവുഡിന്റെ അത്ര പോപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ 1000 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന റെക്കോർഡ് നമുക്ക് തീർച്ചയായും ലഭിച്ചേനെ. കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടാൽ പോലും ടോട്ടൽ കളക്ഷൻ 540 കോടി രൂപയേ ആകുള്ളൂ. ആൻഡ് ഈ പോപ്പുലേഷൻ അനുസരിച്ചുള്ള തിയേറ്റർ നെറ്റ്വർക്കേ നമുക്കുള്ളൂ. അതും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് ഈ മുംബൈ, കർണാടക, ഈവൻ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ
നമ്മുടെ കേരളം ഇത്ര ചെറുതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാളും ജസ്റ്റ് ഇരട്ടിയാണ് പോപ്പുലേഷൻ. അത് വെച്ച് തന്നെ 2018 രജനീകാന്ത് ഹീറോ ആയി വന്ന 2.0 അന്ന് നിയർലി 800 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരുന്നു. 2018 നിന്നും 2025 എത്തുമ്പോഴുള്ള ഇൻഫ്ലേഷൻ വെച്ച് കണക്ക് കൂട്ടിയാൽ അപ്പോൾ അന്നത്തെ 700 കോടി ഇന്നത്തെ 1000 കോടിയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്. സോ അപ്പോൾ പോപ്പുലേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിലും അത് മാത്രമാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കളക്ഷനെ ബാധിക്കുന്നത് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഫാക്ടറിന്റെ റോള് മനസ്സിലാക്കുന്നത്, ദ സ്കെയിൽ ബാരിയർ. മലയാള സിനിമയുടെ ഒക്കെ ബഡ്ജറ്റ് ബാക്കിയുള്ള ഇൻഡസ്ട്രികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 ചെറുതാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ 2.0 മൂവിയുടെ ബഡ്ജറ്റ് പോലും 570 കോടിയാണ്. സോ അതുകൊണ്ട് തന്നെ സ്കെയിൽ വൈസ് മലയാള സിനിമ കുറേ കാലം താഴെ തന്നെ ആയിരുന്നു. എമ്പുരാനൊക്കെ മലയാളം സിനിമയുടെ സ്കെയിൽ വൈസിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് കുറവായത് ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രിയിലെ സിനിമകളുടെ ക്വാളിറ്റിയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ വർഷം 450 കോടി ബഡ്ജറ്റിൽ വന്ന ഗെയിം ചേഞ്ചർ വെറും 150 കോടി കളക്ഷൻ കിട്ടി പൊട്ടിയതും, കഴിഞ്ഞ വർഷം 600 കോടി ബഡ്ജറ്റിൽ വന്ന കൽക്കി 1200 കോടി കളക്ഷൻ നേടിയ ഒരു വൻ വിജയമായതും ഒരു കോയിനിന്റെ 2 വശങ്ങളാണ്. ആൻഡ് ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറയത്തക്ക ഒന്ന് മലയാളത്തിലില്ല എന്ന് തന്നെ പറയാം. രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ സിനിമകളിലെ 150-250 കോടി മുടക്കിയെടുക്കുന്ന ബാഹുബലി, അല്ലെങ്കിൽ 500 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വന്ന മൂന്നാർ, ഇതെല്ലാം 1000 കോടി കളക്ഷൻ നേടാൻ അതിന്റെ സ്കെയിൽ വൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. നമുക്ക് ഓഡിയൻസ് കുറവായതുകൊണ്ട് തന്നെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനെല്ലാം ഒരു ഭയം വരും. ആഫ്റ്റർ ഓൾ ദിസ് ഈസ് ഓൾ എ ബിസിനസ്. സ്കെയിൽ വൈസ് വലുതാണ് ആൻഡ് ആ മൂവിയും നല്ലൊരു ക്രാഫ്റ്റായി മാറിയാൽ ആ സിനിമയ്ക്ക് തീർച്ചയായും ഒരു പാൻ ഇന്ത്യൻ റീച്ച് ലഭിക്കും. പാൻ ഇന്ത്യൻ റീച്ച് അതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ്. സപ്പോസ് തമിഴിൽ നിന്നും വിജയുടെ ഒരു മൂവി കേരളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ഒരു സിനിമ, അവയൊന്നും കേരളത്തിൽ പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രത്തോളം നല്ലൊരു പാൻ ഇന്ത്യൻ ഫാൻ ബേസ് ആൻഡ് ഹൈപ്പ് അവർക്കുണ്ട്. ഈവൻ ഡയറക്ടേഴ്സിന് പോലും കാർത്തിക് സുബ്രാജിൻ്റെയും ലോകേഷ് കനകരാജിൻ്റെയും എല്ലാം സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇത് പണ്ട് മുതലേ ഉണ്ട്. രജനീകാന്തൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. പക്ഷേ മലയാളം സിനിമ ഇൻഡസ്ട്രി ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഇൻഫാക്ട് ഇപ്പൊ പതുക്കെ ആ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. ദ ലാക്ക് ഓഫ് എ മാസ് ഹീറോ ബ്രാൻഡിങ്. മലയാള സിനിമക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 100 കോടി അപ്പീലുള്ള ഒരു ആക്ടർ, ഫോർ എക്സാമ്പിൾ പ്രഭാസ്, വിജയ്, ഷാറൂഖ് ഖാൻ, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഇല്ല. ലാലേട്ടനെയും മമ്മൂക്കയും ഒക്കെ മറ്റ് ഇൻഡസ്ട്രികളിൽ ആർക്കും അറിയില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും മറ്റു പല മലയാള സിനിമ നടന്മാർക്കും നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റും റെക്കഗ്നേഷനും ലഭിക്കുന്നുണ്ട്. ബട്ട് ഒരു ഹൈപ്പ് അതില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമകളുടെ ഡബ്ഡ് റിലീസ് പണ്ട് മുതലേ വളരെ ചുരുക്കമായിരുന്നു. അതായത് അല്ലു അർജുനെ മല്ലു അർജുനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ മൂവീസ് ഡബ് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കേരളത്തിൽ റിലീസ് ആക്കിയത് കൊണ്ടാണല്ലോ. ആ ഡബ്ഡ് സിനിമകളെല്ലാം കണ്ടതുകൊണ്ടാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അല്ലു അർജുന് ഒരു സ്ഥാനം ലഭിച്ചത്. പക്ഷേ മലയാളത്തിൽ ലിമിറ്റഡ് ഡബ്ഡ് റിലീസ് ആയതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ റീച്ച് എത്തുന്ന മലയാള സിനിമകൾ വളരെ ചുരുക്കമാണ്. അതിന് കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഫാക്ടർ, റിയലിസം ഓവർ സ്പെക്ടക്കിൾ. മലയാള സിനിമകൾ പണ്ട് മുതലേ കൂടുതലും നമ്മുടെ കൾച്ചർ അഥവാ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഹ്യൂമൻ വാല്യൂസ് ഇല്ലേ, അതിനെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും മലയാള സിനിമയിലാണ് ബെസ്റ്റ് കണ്ടന്റ് ഉള്ളത് എന്ന് പറയുന്നത്. നമ്മുടെ സിനിമകൾ ഒരിക്കലും മറ്റ് ഇൻഡസ്ട്രികളിലെ പോലെ ഒരു മാസ് മസാല മൂവിയല്ല. ഇവൻ മലയാളത്തിലെ മാസ് സിനിമകൾ പോലും അതിലെ കണ്ടന്റിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരുന്നു. ലാലേട്ടന്റെ പണ്ടത്തെ സിനിമകൾ അതിനൊരു ഉദാഹരണമാണ്. ആൻഡ് കണ്ടന്റ് വെച്ചുള്ള സബ്റ്റിൽ എക്സ്പെരിമെന്റൽ മൂവീസ്, ഫോർ എക്സാമ്പിൾ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ സിനിമകൾ ലൈക്ക് റോഷാക്കൊക്കെ പോലെ, അതെല്ലാം മലയാളി ഓഡിയൻസ് ഇരു കൈയും നീട്ടി സ്വീകരിക്കും. എങ്കിലും നോർത്തിലൊന്നും ഇത്തരം സിനിമകൾക്ക് യാതൊരു സ്വീകാര്യതയും ലഭിക്കില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. വി ആർ മേക്കിംഗ് ആർട്ട് വിത്ത് ക്വാളിറ്റി. സോ മൈ പോയിന്റ് ഈസ്, മലയാള സിനിമക്ക് 500 കോടി കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് വളരെ അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ മലയാള സിനിമക്ക് ആ ഒരു റെക്കോർഡ് നേടാൻ ഇനി അധിക കാലമൊന്നും വേണ്ട. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകൾ വളരെ നല്ല കുറെ ആർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ലെറ്റ്സ് എൻജോയ് ഇറ്റ്സ് ബ്യൂട്ടി and appreciate it instead of hating. So let's wrap this. Love you all. Take care. Bye bye.